പ്രിയമുള്ളവരെ, കേരളമൊട്ടാകെ 2024-2025 അക്കാദമിക വർഷം മുതൽ ബിരുദ കോഴ്സുകൾ അടിമുടി മാറുകയാണ്. കേരള, കാലിക്കറ്റ്, MG, കണ്ണൂർ ഉൾപ്പെടെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഈ മാറ്റം നടപ്പിലാക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലവിധ സംശയങ്ങൾ +2 കഴിഞ്ഞ് BCom, BSc, BA പോലുള്ള ബിരുദ കോഴ്സിന് ചേരാൻ പോകുന്ന കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഒപ്പം അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾക്കും ധാരാളം സംശയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഈ ഒരു സംശയങ്ങൾ ലഘൂകരിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ നമ്മൾ 2-3 പാർട്ടുകളായിട്ടായിരിക്കും ഈ വീഡിയോ നമ്മൾ പൂർത്തിയാക്കുക. അപ്പോൾ പരമാവധി നിങ്ങൾക്ക് മനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ സംശയങ്ങളും നമ്മളിവിടെ ലഘൂകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഉന്നത നിലവാരമുള്ള കോഴ്സുകൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഇതിൻ്റെ ഒരു അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത്. അതാണ്. എങ്കിൽ പോലും മറ്റ് വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള വിദേശ രാജ്യങ്ങൾ ഹയർ എഡ്യൂക്കേഷന് പോകുമ്പോൾ 4 വർഷ ഡിഗ്രി കോഴ്സുകളാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഒരു സാധാരണ ഡിഗ്രി 3 വർഷ ഡിഗ്രിയേക്കാളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഗ്രി തന്നെയായിരിക്കും നിങ്ങൾ 4 വർഷം പഠിക്കുന്ന ഒരു ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ അന്തർദേശീയ തലത്തിൽ തന്നെ അംഗീകാരമുള്ള കൂടുതൽ ക്വാളിറ്റിയുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് യൂണിവേഴ്സിറ്റികൾ മാറുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഏതൊക്കെ കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. FY-UGP പാത്ത് വേസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ആദ്യം നോക്കും. 3 ഇയർ UG ഡിഗ്രി, 4 ഇയർ UG ഡിഗ്രി ഓണേഴ്സ്, അതിന് 4 ഇയർ UG ഡിഗ്രി ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്താണ് അതൊക്കെ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കും. അതിനുശേഷം അക്കാഡമിക് ക്രെഡിറ്റ് ആൻഡ് ക്രെഡിറ്റ് റിക്വയർമെൻറ്റ്സ്, എന്താണ് അക്കാഡമിക് ക്രെഡിറ്റ്, ഈ അക്കാഡമിക് ക്രെഡിറ്റ് എങ്ങനെയാണ് നമ്മൾ നേടുക തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കും. അക്കാഡമിക് ലെവൽസ് ഓഫ് പാത്ത് വേ കോഴ്സസ് എന്താണെന്നുള്ളത് നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് നോക്കും. ദെൻ കോഴ്സ് കം ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് അത് എപ്പോഴാണ് ലഭിക്കുക എന്നുള്ളത് നോക്കും. ഒപ്പം തന്നെ പ്രോഗ്രാമിൻ്റെ ഡ്യൂറേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അക്കാഡമിക് പാത്ത് വേസ്, അതായത് ഡിഗ്രി വിത്ത് സിംഗിൾ മേജർ എന്താണ്, ഡിഗ്രി മേജർ വിത്ത് മൈനർ എന്താണ്, മേജർ വിത്ത് മൾട്ടിപ്പിൾ മൈനർ ഡിസിപ്ലിൻസ് എന്താണ്, ഇൻ്റർ ഡിസിപ്ലിനറി മേജർ എന്ന് വെച്ചാൽ എന്താണ്, മൾട്ടി ഡിസിപ്ലിനറി മേജർ എന്താണ്, ഡിഗ്രി വിത്ത് ഡബിൾ മേജർ എന്താണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അതുകൂടാതെ നമ്മൾ സമ്മർ ഇൻറ്റേൺഷിപ്പ് ഓർ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ച് നോക്കും. അത് നമ്മുടെ 4 വർഷ ഡിഗ്രി കോഴ്സിൻ്റെ ഭാഗമാണ്. ഓഡിറ്റ് കോഴ്സ് എന്താണെന്നുള്ളത് നോക്കും. സിഗ്നേച്ചർ കോഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കും. കൂടാതെ അറ്റൻഡൻസ് എത്ര % വേണം, എക്സാം എഴുതാനും കോഴ്സ് പൂർത്തിയാക്കാനും അറ്റൻഡൻസ് എത്ര % വേണം, അതിനെന്തെങ്കിലും ഇളവുകൾ നമുക്ക് ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണ്, അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ എങ്ങനെയാണ്, എൻഡ് സെമസ്റ്റർ ഇവാലുവേഷൻ എങ്ങനെയാണ്, ഒപ്പം തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇവാലുവേഷൻ ഇൻറ്റേർണൽ മാർക്ക് എങ്ങനെയാണ് ഇടുന്നത്, ഡ്യൂറേഷൻ ആൻഡ് പാറ്റേൺ ഓഫ് എക്സാമിനേഷൻ, എക്സാമിനേഷൻ്റെ പാറ്റേൺ, ഒരു എക്സാമിനേഷൻ എത്ര മണിക്കൂറായിരിക്കും, അതിൻ്റെ ചോദ്യങ്ങൾ എങ്ങനെയാണ് വരിക, അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും നമ്മൾ ഈ വീഡിയോ സീരീസിലൂടെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, ദൂരീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. പരമാവധി വീഡിയോ ലൈക്ക് ചെയ്യും, ആവശ്യമുള്ള എല്ലാ ആളുകളിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്കാദ്യം FY-UGP 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം 4 വർഷ ബിരുദ കോഴ്സിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പാത്ത് വേസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, 4 വർഷ ഡിഗ്രി കോഴ്സിന് ചേരുമ്പോൾ നിങ്ങൾക്ക് 3 തരത്തിലുള്ള പാത്ത് വേസാണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് 3 ഇയർ UG ഡിഗ്രി കോഴ്സ് കൊണ്ട് അത് അവസാനിപ്പിക്കാം. അതായത് 3 വർഷ ഡിഗ്രി നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ തുടരുന്നത് അതുപോലെ ഒരു ഡിഗ്രിയുമായിട്ട് നിങ്ങൾക്ക് പുറത്തു വരാം. അല്ലെങ്കിൽ 4 ഇയർ UG ഡിഗ്രി ഓണേഴ്സ് ഡിഗ്രിയുമായിട്ട് നിങ്ങൾക്ക് പുറത്തു വരാം 4 വർഷം പൂർത്തിയാക്കുമ്പോൾ. അതല്ല എങ്കിൽ 4 വർഷം തന്നെ 4 ഇയർ UG ഡിഗ്രി ഓണേഴ്സ് വിത്ത് റിസർച്ച് പ്രോഗ്രാം, അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് നിങ്ങൾക്ക് പുറത്തു വരാം. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള പാത്ത് വേസ് ആണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ 3 വർഷ ഡിഗ്രി കൊണ്ട് അവസാനിപ്പിക്കണമോ, 4 വർഷ ഓണേഴ്സ് ഡിഗ്രി വേണമോ, 4 വർഷ ഓണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി വേണമോ എന്നുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അക്കാഡമിക താല്പര്യങ്ങൾ എന്തൊക്കെയാണ്. അതായത് നമുക്ക് ഓരോ സബ്ജക്റ്റിനോടുള്ള താല്പര്യങ്ങൾ, നമ്മുടെ കരിയർ ലക്ഷ്യങ്ങൾ എന്താണ്, നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയി ഹയർ എഡ്യൂക്കേഷന് വേണ്ടി പഠിക്കാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് സാധാരണ നോർമൽ ഡിഗ്രിയേക്കാളും അല്പം കൂടി വെയിറ്റേജ് ഉള്ള, കൂടുതൽ നമുക്ക് സ്ഥാനം ലഭിക്കുന്ന മറ്റേതെങ്കിലും ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ കൂടുതൽ പ്രോമിനൻസ്, മുൻഗണന ലഭിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുന്ന 4 വർഷ ഡിഗ്രി കോഴ്സാണ് നമുക്ക് വേണ്ടത്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാത്ത് വേ, ഏത് പാത്ത് വേ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക. അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ ഈ ഒരു പാത്ത് വേസിനെ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഈ പാത്ത് വേസിനെ അല്പം കൂടി ഒന്ന് കൂടുതലായിട്ട് പരിചയപ്പെടാം.
ഒന്നാമതായിട്ട് 3 ഇയർ UG ഡിഗ്രിയാണ്. അതായത് നമ്മളൊരു 4 വർഷ ബിരുദ കോഴ്സിന് ചേർന്നിട്ട് 3 വർഷമാകുമ്പോൾ നമുക്ക് എക്സിറ്റ് ആകാനുള്ള ഒരു ഓപ്ഷൻ അവിടെയുണ്ട്. അപ്പോൾ 3 വർഷം നമ്മൾ പഠിക്കുന്നു, അതായത് 6 സെമസ്റ്ററുകൾ, ഒരു വർഷം 2 സെമസ്റ്ററുകൾ വെച്ച് 3 വർഷം 6 സെമസ്റ്ററുകളാണുള്ളത്. അപ്പോൾ 6 സെമസ്റ്ററുകൾ പൂർത്തിയാകുമ്പോൾ നമുക്ക് UG ഡിഗ്രി പ്രോഗ്രാം, അതായത് നമുക്ക് BCom ആണെങ്കിൽ BCom, BSc ആണെങ്കിൽ BSc, അല്ലെങ്കിൽ BA ആണെങ്കിൽ BA അല്ലേ, അത്തരത്തിലുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഏത് സബ്ജക്റ്റുകളാണോ പഠിച്ചത് അതിൻ്റെ ആ ഒരു സബ്ജക്റ്റുകളുടെ ഒരു വെയിറ്റേജ് വെച്ചുകൊണ്ട് എത്ര പെർസെൻറ്റേജ് സബ്ജക്റ്റുകളാണ് നിങ്ങൾ പഠിച്ചത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ആ ഒരു ഡിഗ്രി ലഭിക്കുക. അതിനെക്കുറിച്ച് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മിനിമം 133 ക്രെഡിറ്റുകൾ ലഭിക്കുമ്പോഴാണ്. അപ്പോൾ എന്താണ് ക്രെഡിറ്റുകൾ എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയത്തുണ്ടാവില്ല. അപ്പോൾ ക്രെഡിറ്റുകൾ എന്താണെന്ന് നമ്മൾ ഉടൻ തന്നെ വിശദീകരിക്കുന്നതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് 3 വർഷത്തിനിടയിൽ 133 ക്രെഡിറ്റുകൾ നിങ്ങൾക്ക് അക്വയർ ചെയ്യാൻ സാധിച്ചിട്ട് ആ സമയം നിങ്ങൾ പഠനം അവസാനിപ്പിച്ച് എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷ UG ഡിഗ്രി ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യുകയാണ്, 3 വർഷം കൊണ്ട് നിങ്ങൾ എക്സിറ്റ് ആകുന്നില്ല, 4ാമത്തെ വർഷത്തിലേക്ക്, അതായത് നമുക്ക് 7ഉം 8ഉം സെമസ്റ്ററുകൾ കൂടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 4ാമത്തെ വർഷം നിങ്ങളത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ 4 ഇയർ UG ഡിഗ്രി ഓണേഴ്സ് ഡിഗ്രി, ഇപ്പം നിങ്ങൾക്ക് BCom ഓണേഴ്സ് അല്ലെങ്കിൽ BSc ഓണേഴ്സ് അല്ലെങ്കിൽ BA ഓണേഴ്സ്, അപ്പോൾ അത്തരത്തിലുള്ള ഡിഗ്രി ലഭിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിനു വേണ്ടി വേണ്ടത് 177 ക്രെഡിറ്റാണ്. നിങ്ങൾ ഒരു വർഷം കൂടി അഡീഷണലായിട്ട് പഠിക്കുകയാണല്ലേ, അപ്പോൾ നിങ്ങൾക്ക് മിനിമം 177 ക്രെഡിറ്റെങ്കിലും ഉണ്ടെങ്കിലാണ് ഇത്തരത്തിലുള്ള ഒരു 4 ഇയർ UG ഡിഗ്രി ഓണേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് 8 ക്രെഡിറ്റുകളുള്ള ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഡിസർട്ടേഷൻ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ചുള്ള നിങ്ങൾ പഠിക്കുന്ന, അതായത് നിങ്ങളുടെ മേജർ ഡിസിപ്ലിൻ തന്നെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട, ഇപ്പോൾ കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊജക്റ്റ് ഡിസർട്ടേഷൻ, സയൻസ് റിലേറ്റഡ് സബ്ജക്റ്റ് ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഡിസർട്ടേഷൻ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഡാറ്റ കളക്ട് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ പഠിച്ച് അതിൻ്റെ ഫൈൻഡിങ്സ് അവതരിപ്പിക്കുന്നതിനാണ് നമ്മൾ പ്രൊജക്റ്റ് ഡിസർട്ടേഷൻ എന്ന് പറയുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4 ഇയർ UG ഡിഗ്രി ലഭിക്കുന്നു, ഓണേഴ്സ് ഡിഗ്രിയാണ് ലഭിക്കുക. അതല്ല എങ്കിൽ നമുക്ക് 4 വർഷ ഡിഗ്രി തന്നെ ലഭിക്കും, ഓണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി. അതായത് നമുക്ക് ഒരു റിസർച്ച് കൂടുതൽ, സാധാരണ ഒരു പ്രൊജക്റ്റ് ഡിസർട്ടേഷൻ അല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് അല്പം കൂടി ഹയർ ലെവലിലുള്ള ഒരു റിസർച്ച് തന്നെ നടത്തിക്കൊണ്ട്, അതായത് നമുക്ക് അവിടെ 177 മിനിമം ക്രെഡിറ്റാണ് വേണ്ടത്. അപ്പോൾ അതിൽ നമുക്ക് റിസർച്ച് പ്രൊജക്റ്റ് ഏതെങ്കിലും ഒരു അംഗീകൃത ഗൈഡിൻ്റെ കീഴിൽ, ഒരു ഫാക്കൽറ്റിയുടെ കീഴിൽ നമ്മളൊരു പ്രൊജക്റ്റ് റിപ്പോർട്ട് തന്നെ തയ്യാറാക്കി, റിസർച്ച് പ്രൊജക്റ്റ് തയ്യാറാക്കിയിട്ട് അതിന് 12 ക്രെഡിറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം ഈ ഒരു 8 ക്രെഡിറ്റുള്ള സാധാരണ ഒരു പ്രൊജക്റ്റിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾ 12 ക്രെഡിറ്റുള്ള ഒരു റിസർച്ച് പ്രൊജക്റ്റാണ് നമ്മുടെ മേജർ ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ട്, അത് ഏത് സബ്ജക്റ്റാണോ നമ്മൾ മേജറായിട്ട് പഠിക്കുന്നത് ആ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ 12 ക്രെഡിറ്റുള്ള റിസർച്ച് പ്രൊജക്റ്റൂടെ നിങ്ങൾ തയ്യാറാക്കുകയും, ഒപ്പം തന്നെ നമുക്ക് സ്റ്റുഡൻസ് ഹു അക്വയർ മിനിമം 75% ഇൻ ദിയർ ഗ്രാജുവേഷൻ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു എല്ലാവർക്കും നമുക്ക് 4 ഇയർ UG ഡിഗ്രി ഓണേഴ്സ് വിത്ത് റിസർച്ചിലേക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അഡ്മിഷൻ ലഭിക്കണമെന്നില്ല. നമുക്ക് അതിന് മുമ്പുള്ള 3 വർഷങ്ങൾ, അതായത് അപ് ടു 6th സെമസ്റ്റർ വരെ 75% നമുക്ക് മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലാണ് സാധാരണ ഈ ഒരു ഓണേഴ്സ് വിത്ത് റിസർച്ച് പ്രോഗ്രാമിലേക്ക് നമുക്ക് അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ കൂടുതൽ കുട്ടികൾ 75% മുകളിൽ മാർക്കുള്ള കുട്ടികൾ ഈ ഒരു കോഴ്സിന് വേണ്ടി ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്ക്രീനിങ് ടെസ്റ്റ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇവിടെ ഓണേഴ്സ് വിത്ത് റിസർച്ച്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് 4 ഇയർ UG ഡിഗ്രി വിത്ത് ഓണേഴ്സ് ആൻഡ് റിസർച്ച് അങ്ങനെയാണെങ്കിൽ അതാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് നെറ്റ് എക്സാമൊക്കെ 4ാം വർഷം പൂർത്തിയായി കഴിയുമ്പോൾ നിങ്ങൾക്ക് കോളേജ് ലെക്ചർ ആവാനുള്ള, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആകാനുള്ള ബേസിക് യോഗ്യതയായിട്ടുള്ള നെറ്റ് എക്സാം, നാഷണൽ ലെവലിലുള്ള എലിജിബിലിറ്റി ടെസ്റ്റാണ്, അത് എഴുതാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള 4 ഇയർ UG ഓണേഴ്സ്, സാധാരണ UG ഓണേഴ്സ് ഡിഗ്രി ആണെങ്കിലും ഓണേഴ്സ് വിത്ത് റിസർച്ച് ആണെങ്കിലും നിങ്ങൾക്ക് ഒരു വർഷം കൂടി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ നിങ്ങൾക്ക് പൂർത്തിയാക്കാനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. അപ്പോൾ 4 വർഷ ഡിഗ്രിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പിന്നീട് നിങ്ങൾ ഒരു വർഷം മാത്രം പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചാൽ മതിയാകും. അപ്പോൾ മൊത്തം 5 വർഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഗ്രാജുവേഷനും ബിരുദവും ഒപ്പം തന്നെ ബിരുദാനന്തര ബിരുദവും ലഭിക്കുന്നതിനുള്ള അവസരമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു 4 ഇയർ UG ഡിഗ്രി വിത്ത് ഓണേഴ്സ് ചെയ്യുന്നത് സാധാരണ PhD ചെയ്യാൻ വേണ്ടി, നമുക്കതിൻ്റെ ഹയർ ലെവലായിട്ടുള്ള PhD ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടാണ് നമ്മൾ ഓണേഴ്സ് വിത്ത് റിസർച്ച് ചെയ്യുക. ഇത് പഠിച്ച കുട്ടികൾക്കായിരിക്കും നിങ്ങൾക്ക് PhDയിലേക്കായിരിക്കും പിന്നീട് നിങ്ങൾക്ക് അഡ്മിഷൻ നേരിട്ട് PhD ചെയ്യാനുള്ള ഓഫർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് 4 വർഷ ഡിഗ്രികളിൽ നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള പാത്ത് വേസിൽ നമ്മളൊന്ന് മനസ്സിലാക്കി വയ്ക്കേണ്ടത്. പിന്നെ നമുക്ക് അക്കാഡമിക് ക്രെഡിറ്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു
3 വർഷ ഡിഗ്രി ആണെങ്കിൽ മിനിമം 133 ക്രെഡിറ്റ്, 4 വർഷ ഡിഗ്രി ആണെങ്കിൽ 177 ക്രെഡിറ്റ് നമുക്ക് ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ ക്രെഡിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനു മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ. ആൻ അക്കാഡമിക് ഇയർ, ഒരു വർഷം അക്കാഡമിക് ഇയർ എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 200 വർക്കിംഗ് ഡേയ്സ്, 200 വർക്കിംഗ് ഡേയ്സ് ആണ് സാധാരണ ഒരു അക്കാഡമിക് ഇയറിൽ ഉണ്ടായിരിക്കേണ്ടത്. അതായത് 2 സെമസ്റ്ററുകളാണ് ഒരു അക്കാഡമിക് ഇയറിൽ ഉണ്ടാവുക. ഒരു സെമസ്റ്ററിൽ 90 വർക്കിംഗ് ഡേയ്സ് വെച്ചുകൊണ്ട് 90 വർക്കിംഗ് ഡേയ്സിൽ മിനിമം വേണം. ഓവറോൾ നോക്കുമ്പോൾ 200 വർക്കിംഗ് ഡേയ്സ് ആണ് ഒരു വർഷം അക്കാഡമിക് ഇയർ ആവശ്യമായിട്ടുള്ളത്. അതായത് 2 സെമസ്റ്ററുകൾ ഉൾപ്പെടുന്നതാണ് ഒരു അക്കാഡമിക് ഇയർ. ഇനി 1 സെമസ്റ്റർ കൺസിസ്റ്റ് ഓഫ് 18 വീക്സ്. നമുക്ക് ഈ 90 ദിവസം എന്നൊക്കെ പറയുന്നത് 18 വീക്സ് ആയിട്ട് 18 ആഴ്ചകളായിട്ട് കണക്ക് കൂട്ടാം. വിത്ത് 5 വർക്കിംഗ് ഡേയ്സ് പെർ വീക്ക്. ഒരാഴ്ചയിൽ 5 ദിവസങ്ങൾ വെച്ച് 5 വർക്കിംഗ് ഡേ ആയിരിക്കും ഉണ്ടായിരിക്കുക. മൺഡേ ടു ഫ്രൈഡേ, അങ്ങനെ 5 വർക്കിംഗ് ഡേ ആണ് നിങ്ങൾക്ക് കോളേജിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൽ 5 വർക്കിംഗ് ഡേ വെച്ചുകൊണ്ട് 18 വീക്സ് ഒരു സെമസ്റ്റർ ഉണ്ടാകും. ഇൻ ഈച്ച് സെമസ്റ്റർ, ഓരോ സെമസ്റ്ററിലും, അതായത് ഓരോ 6 മാസത്തിലും ഓരോ സെമസ്റ്ററിലും 15 ഡേയ്സ് 3 വീക്സ് ഷുഡ് ബി കെപ്റ്റ് അസൈഡ് ഫോർ എൻഡ് സെമസ്റ്റർ ഇവാലുവേഷൻ. നമ്മൾ പറഞ്ഞു 18 വീക്സാണ് ഒരു സെമസ്റ്ററിൽ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞല്ലേ. ഈ ഒരു 18 സെമസ്റ്ററിൽ 3 വീക്സ് എന്ന് പറയുന്നത് 3 ആഴ്ചകൾ എന്ന് പറയുന്നത് നമ്മുടെ എൻഡ് സെമസ്റ്റർ ഇവാലുവേഷന് വേണ്ടിയും, അതായത് സെമസ്റ്റർ എക്സാം ഇല്ലേ, റിട്ടേൺ എക്സാം ഉൾപ്പെടെയുള്ള സെമസ്റ്റർ ഇവാലുവേഷൻ, എൻഡ് സെമസ്റ്റർ ഇവാലുവേഷൻ EFCക്ക് വേണ്ടിയും, ആൻഡ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് അസസ്മെൻറ്റ് CCAക്ക് വേണ്ടിയും. CCA കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് അസസ്മെൻറ്റ് നമ്മൾ ഇൻറ്റേർണൽ മാർക്ക് എന്ന് പറയും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഇവാലുവേഷനൊക്കെ വേണ്ടി ഈ 18 ആഴ്ചകളിൽ 3 ആഴ്ചകൾ മാറ്റി വയ്ക്കേണ്ടതാണ്. അപ്പോൾ ബാക്കിയുള്ള 15 ആഴ്ചകളാണ് ലെക്ചർ അവേഴ്സ്, ക്ലാസ് എടുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഒരു സെമസ്റ്ററിൽ സാധിക്കുക. ഇനി അക്കാഡമിക് ക്രെഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നുള്ള മനസ്സിലാക്കുക. അക്കാഡമിക് ക്രെഡിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ യൂണിറ്റ് ബൈ വിച്ച് ദ കോഴ്സ് വർക്ക് ഈസ് മെഷേർഡ്. അപ്പോൾ നമ്മൾ ഒരു കോഴ്സ് നമ്മൾ പൂർത്തിയാക്കണമെങ്കിൽ, ഇപ്പോൾ ഒരു ഡിഗ്രി പൂർത്തിയാക്കണമെങ്കിൽ നിശ്ചിത ശതമാനം ക്രെഡിറ്റ് ആവശ്യമാണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അതിനുവേണ്ടി ഒരു കോഴ്സ് വർക്കിൽ നമ്മൾ എത്രമാത്രം എലിജിബിളാണ്, പാസ്സായോ, അല്ലെങ്കിൽ അതിൻ്റെ എക്സാം എഴുതി നമുക്ക് മാർക്ക് കിട്ടുമ്പോൾ എത്രമാത്രം ക്രെഡിറ്റാണ് നമ്മൾ നേടുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ ഒരു കോഴ്സ് വർക്ക് പൂർത്തിയാക്കുന്നതിനുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു യൂണിറ്റാണ് അക്കാഡമിക് ക്രെഡിറ്റ് എന്ന് നമുക്ക് പറയാം. ഇറ്റ് ഡിറ്റർമൈൻസ് ദ നമ്പർ ഓഫ് അവേഴ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് റിക്വയർഡ് പെർ വീക്ക് ഇൻ എ സെമസ്റ്റർ. അപ്പോൾ ഒരാഴ്ചയിൽ എത്ര അവർ ഇൻസ്ട്രക്ഷൻസ്, എത്ര അവർ ലെക്ചർ അവേഴ്സ് ഉണ്ടായിരിക്കണം എന്നതിനെക്കുറിച്ചും അക്കാഡമിക് ക്രെഡിറ്റ് സൂചിപ്പിക്കുന്നുണ്ട്. നോക്കുക, ഫോർ തിയറി ക്ലാസ്സുകളാണെങ്കിൽ ഒരു വീക്കിൽ 1 അവർ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിന് 1 ക്രെഡിറ്റ് ലഭിക്കുന്നതാണ്. ഫോർ തിയറി 1 ക്രെഡിറ്റ് ഈസ് ഈക്വൽ ടു 1 അവേഴ്സ് പെർ വീക്ക്. 1 അവറാണ് 1 ക്രെഡിറ്റ് എന്നുകൊണ്ട് തിയറി പേപ്പറിന് ഉദ്ദേശിക്കുക. അപ്പോൾ പ്രാക്ടിക്കലാണെങ്കിൽ അത് 2 അവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ 1 ക്രെഡിറ്റ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു 133 അവറുകൾ നമുക്ക് ആവശ്യമാണെന്ന് പറഞ്ഞു, 133 ക്രെഡിറ്റുകൾ നമുക്ക് ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ നമുക്ക് ക്രെഡിറ്റുകൾ എങ്ങനെ നേടാമെന്നുള്ളതാണ്. അതായത് ഒരു വീക്കിൽ 1 അവർ എന്ന് വെച്ചാൽ 1 ക്രെഡിറ്റായിട്ട് കൂട്ടും. പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആണെങ്കിൽ അത് 2 അവറിനെയാണ്, 2 അവർ ക്ലാസ്സിൽ പങ്കെടുത്ത് പ്രാക്ടിക്കൽ ചെയ്തെങ്കിൽ മാത്രമേ 1 ക്രെഡിറ്റായിട്ട് പരിഗണിക്കുകയുള്ളൂ. ഇനി ഒരു സെമസ്റ്ററിൽ നോക്കുകയാണെങ്കിൽ ഫോർ തിയറിയിൽ 1 ക്രെഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 അവറുകളാണ്. നമ്മൾ പറഞ്ഞു 15 വീക്സാണ് ഒരു സെമസ്റ്ററിലുള്ളതെന്ന് പറഞ്ഞു, അവൈലബിൾ ആയിട്ടുള്ള സമയം അല്ലേ. മൊത്തം 18 ആഴ്ച, അതിൽ 3 ആഴ്ച എന്ന് പറയുന്നത് എക്സാമിന് മറ്റുമായിട്ട് പോകും, ബാക്കിയുള്ള 15 ആഴ്ച. അപ്പോൾ ഒരാഴ്ചയിൽ 1 അവർ വെച്ച് ഒരു സെമസ്റ്ററിൽ എത്രയാണ് 15 അവറുകൾ പൂർത്തിയാക്കുമ്പോഴാണ് 1 ക്രെഡിറ്റ് വരിക. പ്രാക്ടിക്കലാണെങ്കിൽ അത് 30 അവേഴ്സാണ് അല്ലേ, കാരണം 2 അവേഴ്സ് കൂടുമ്പോൾ മാത്രമേ 1 ക്രെഡിറ്റ് ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് 15×2 30 അവറുകൾ കൂടിയെങ്കിൽ മാത്രമേ 1 ക്രെഡിറ്റ് പ്രാക്ടിക്കലായിട്ടുള്ള സബ്ജക്റ്റ്, അതായത് പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റിന് വേണ്ടി നമുക്ക് ക്രെഡിറ്റ് അക്യൂർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, മാക്സിമം നമ്പർ ഓഫ് ക്രെഡിറ്റ് ദാറ്റ് എ സ്റ്റുഡൻറ്റ് ക്യാൻ ഏൺ പെർ സെമസ്റ്റർ ഷാൽ ബി റെസ്ട്രിക്റ്റഡ് ടു 30. ഒരു സെമസ്റ്ററിൽ 30 ക്രെഡിറ്റ് വരെ മാത്രമേ, മാക്സിമം ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 ക്രെഡിറ്റാണ് ഒരു സ്റ്റുഡൻറ്റിന് ചെയ്യാൻ വേണ്ടി സാധിക്കുക. ആ സ്റ്റുഡൻറ്റ് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ കോഴ്സുകളിൽ നിന്നും അദ്ദേഹത്തിന് മാക്സിമം അക്യൂർ ചെയ്യാൻ പറ്റുന്ന ക്രെഡിറ്റിൻ്റെ ആ എണ്ണം എന്ന് പറയുന്നത് 30 അവറാണ്, 30 ക്രെഡിറ്റാണ്, അവറല്ല 30 ക്രെഡിറ്റാണ്. ഹെൻസ് എ സ്റ്റുഡൻറ്റ് ഷാൽ ഹാവ് ദി ഓപ്ഷൻ ഓഫ് അക്യൂറിംഗ് ക്രെഡിറ്റ്സ് മാക്സിമം ഓഫ് 180. അപ്പോൾ നമുക്കിവിടെ ഒരു സെമസ്റ്ററിൽ 30 വെച്ച് നമുക്ക് 180, അതായത് 6 സെമസ്റ്ററാണ്. നമ്മളൊരു 3 ഇയർ ഡിഗ്രി പ്രോഗ്രാം ആണെങ്കിൽ 6 സെമസ്റ്ററാണുള്ളത്. അപ്പോൾ 6×30 180 ക്രെഡിറ്റ് മാത്രമേ മാക്സിമം അക്യൂർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത് നമുക്ക് പറഞ്ഞു 133 മിനിമം മതി എന്ന് പറഞ്ഞല്ലേ, അത് ആ കോഴ്സ് പാസ്സാകാൻ വേണ്ടി. മാക്സിമം 180 ആണ്. ഒപ്പം തന്നെ ഒരു 6 സെമസ്റ്റർ
6 സെമസ്റ്ററുകളുള്ള യു ജി പ്രോഗ്രാമിലാണ് ഇപ്പോൾ ഇത് പറഞ്ഞത്. നമുക്ക് അതൊരു 4 ഇയർ 8 സെമസ്റ്ററുള്ള യു ജി പ്രോഗ്രാം ആണെങ്കിൽ 4 വർഷ ഡിഗ്രി കോഴ്സിൽ മാക്സിമം ക്രെഡിറ്റ് എന്ന് പറയുന്നത് 240 ക്രെഡിറ്റ് ആണ്. അതായത് 8x30 അല്ലേ, 8 സെമസ്റ്ററാണുള്ളത്, 8x30. ഒരു സെമസ്റ്ററിൽ മാക്സിമം 30 ക്രെഡിറ്റ് വെച്ച് 8 സെമസ്റ്ററിൽ 8x30 240 അല്ലേ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ പറഞ്ഞു 177 ക്രെഡിറ്റ് മിനിമം ഉണ്ടെങ്കിൽ 4 വർഷ ഡിഗ്രി കോഴ്സ് പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കും. ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം. ഒരു സബ്ജക്റ്റിന് 4 ക്രെഡിറ്റാണ്. ഉദാഹരണത്തിന് മേജർ മൈനർ കോഴ്സുകളൊക്കെ ആണെങ്കിൽ, അതായത് മെയിൻ സബ്സിഡറി പോലുള്ള വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് 4 ക്രെഡിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരു ക്രെഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 അവറാണല്ലേ. അപ്പോൾ 4 ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ 15 × 4 60 അവർ ആയിരിക്കും അല്ലേ. 60 അവേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് പഠിക്കേണ്ടി വരിക. ആ കാര്യം ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് ഈ ഒരു 4 ഇയർ ഡിഗ്രി കോഴ്സിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു വയ്ക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ 10 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോസായിട്ടാണ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് ആവശ്യമുള്ള ആളുകളിലേക്ക് പരമാവധി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൻ്റെ ലിങ്ക് ഉടൻ തന്നെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുകയും ഡിസ്ക്രിപ്ഷനിൽ നൽകുകയും എൻ്റെ സ്ക്രീനിലൊക്കെ നൽകാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഓക്കെ, താങ്ക്